ഹായ് ഗായ്സ്, നമ്മുടെ വിജയ് നായകനാവുന്ന അവസാനത്തെ സിനിമ ജനനായകൻ തമിഴ് ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ എച്ച് വിനോദ് ഡയറക്ടർ സിനിമ വിജയുടെ അവസാനത്തെ സിനിമയാണ്. ഞാൻ പൊതുവെ വിജയ് സിനിമകളൊന്നും കാണാത്ത ഒരാളാണ്, പക്ഷേ ഇത് പുള്ളിയുടെ അവസാനത്തെ സിനിമയല്ല, അപ്പോൾ ആ രീതിയിലൊന്നും പോയി കണ്ടേക്കാവുന്ന രീതിയിൽ ഇരിക്കുകയാണ്. ബോബി ഡിയോളൊക്കെ ഉണ്ട് കേട്ടോ, ബോബി ഡിയോളുണ്ട്, നമ്മുടെ പൂജ ഹെഗ്ഡെ ഉണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വ്യൂസ് ആയിട്ടുണ്ട്. നോക്കുമ്പോൾ 5 ലക്ഷം വ്യൂസായി, 6 മിനിറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്തിട്ട്. ഇതാണ് പുള്ളിയുടെ ഒരു ഫാൻ പവർ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഏകദേശം 2 മിനിറ്റ് 52 സെക്കൻഡ് ഉണ്ട്. ഇതന്നെ പോസ് ചെയ്ത് കാണാൻ പോകുന്നു, കോപ്പറേറ്റ് അടിക്കാതിരിക്കും. മമ്മിതയുടെ കുട്ടിക്കാലല്ലേ അത്. വിജയുടെ മോളാണ്. ഇത് മറ്റേ ബാലയുടെ ഒരു പടം പോലെ ഉണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ? பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிடு. ஓகே. എനിക്ക് കണ്ടിട്ട് ഏതൊരു തെലുങ്ക് പടത്തിന്റെ റീമേക്ക് കൂടെ ഉണ്ട്, സത്യസന്ധമായി പറയാം. മറ്റേ ബാലയുടെ ഒരു പടമുണ്ട്, ഭഗവന്ത് കേസരി എന്നുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ. അത് കുറെ പേര് പറയുന്നുണ്ട് അതിന്റെ റീമേക്ക് ആയിരിക്കും പടം. അതുപോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പണി പാടും അത്. திரும்பி போற ஐடியாவே இல்ல. ബാലയ മറ്റേ പടത്തിൽ നിങ്ങളല്ലേ നിൽക്കണേ അല്ലേ? ഭഗവന്ത് കേസരിയിൽ ബാല ഇങ്ങനല്ലേ നിൽക്കണേ? എന്റെ മുന്നേ ഇതെന്തോന്നൊരു എന്താ? അയ്യോ, ഗ്രാഫിക്സ് ഒന്നും പോരട്ടോ. അപ്പൊ അതാണ് ജനനായകന്റെ ട്രെയിലർ. ബ്ലൈൻഡ് ഫാൻസും അന്തം വെറുത്തൻ ഫാൻസും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്കൊരു ആവറേജ് ട്രെയിലറായിട്ട് തോന്നി, സത്യസമയം പറയാം. ഞാൻ ആരൊക്കെ എന്ത് വേണമെങ്കിൽ വന്ന് കമന്റ് ഇട്ട് ഒരു പ്രശ്നമില്ല. വിജയ്ക്ക് എന്തിനാ അത് റീമേക്ക് ചെയ്ത്? ആയിരിക്കും ബാലയുടെ സിനിമ എന്തിനാ റീമേക്ക് ചെയ്തെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അത് ഭഗവന്ത് കേസ് തന്നെ സിനിമയുടെ ഒരു സീനാണ്. അത് മറ്റേ ലാസ്റ്റ് വിജയ് കാലിങ്ങനെ കയറ്റി വെക്കില്ലേ, അത് കറക്റ്റ് ഭഗവന്ത് കേസരിയാ. ആ സിനിമ ഭഗവന്ത് കേസരി ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള സെയിം ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറി ലൈൻ. അച്ഛൻ മകൾ മമിത ബൈജു ആണ് ഇതിനകത്ത് വിജയുടെ മകളായിട്ട് വരുന്നത്. ഇത്
ആക്ച്വലി നല്ലൊരു ഫെയർവെൽ മൂവി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനനായകൻ എന്നുള്ള പേരുള്ളതുകൊണ്ടും പ്ലസ് വിജയുടെ ഒരുപാട് റെഫറൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും സിനിമയ്ക്കകത്ത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. എനിക്കൊരു ആവറേജ് ട്രെയിലറായിട്ട് തോന്നുന്നു, സത്യസമയം പറയാം. പിന്നെ ഭഗവന്ത് കേസരി ആയിരിക്കണം, മിക്കവാറും ഫുള്ള് ഭഗവന്ത് കേസരി സിനിമ ആയിരിക്കണം, റീമേക്ക് ആയിരിക്കണം, കംപ്ലീറ്റ് റീമേക്ക് ആയിരിക്കണം ഈ സിനിമ എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ പറയാം. നിങ്ങൾക്ക് എന്താ തോന്നിയാലും നിങ്ങൾ താഴെ പറയാം. എൻ്റെ അഭിപ്രായം എടുക്കേ വേണ്ട. ബ്ലൈൻഡ് ഫാൻസ് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്ന് പറയും. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഒരു ആവറേജ് സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. വിഷ്വലൊക്കെ കൊള്ളാം. വിഷ്വൽ ലാസ്റ്റ് ആ ഒരു സീനൊക്കെ കണ്ടപ്പോൾ ഒരു ഇത് ഓവറാവുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയത്തില്ല, കണ്ടുമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും. ട്രെയിലർ കണ്ട് നമുക്ക് ഇങ്ങനെ സിനിമ മൊത്തമായിട്ട് പറയാൻ പറ്റും. പിന്നെ മ്യൂസിക് ആരാ ചെയ്തെന്നു, അനിരുദ്ധിൻ്റെ മ്യൂസിക്കും എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പിന്നെ വിജയുടെ പ്രസൻസ് ഒക്കെ അതൊക്കെ ഓക്കെയാണ്, അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ എച്ച് വിനോദാണ് എങ്ങനെയായിരിക്കും പുള്ളി ഈ സിനിമ. എച്ച് വിനോദിനെ കളിയാക്കുന്നവരും എനിക്ക് ഒന്നേ പറയാം, ധീരൻ അധികാരം ഉണ്ടെന്നുള്ള സിനിമ ഒന്ന് കണ്ടു നോക്കുക. എച്ച് വിനോദ് ഡയറക്ടർ ചെയ്ത സിനിമയാണ്, പുള്ളി തന്നെയല്ല തന്നെ ധീരൻ അധികാരമുണ്ട്. എനിക്ക് ഇങ്ങനെ തെറ്റിപ്പോയ അല്ലെങ്കിൽ ട്രോള് വരും. ധീരൻ എച്ച് വിനോദ്, എച്ച് വിനോദിൻ്റെ ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. അതൊരു കിട്ടില്ല പടമാണ്. IMDb ഭയങ്കര നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള സിനിമയാണ്, 8.2 ഒക്കെ ഉള്ള സിനിമയാണ്. അതൊന്നും കണ്ടു നോക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കൊരു ആവറേജ് ട്രെയിലറായിട്ട് തോന്നുന്നുണ്ട്. സിനിമ വരട്ടെ, നമുക്ക് സിനിമ കണ്ടു നോക്കാം. ചിലപ്പോൾ ഇതെല്ലാവരും ഇത് ആഘോഷിക്കും, കാരണം വിജയുടെ അവസാന സിനിമയാണ്. വിജയനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഘോഷിക്കും. ആർക്കാണെങ്കിലോ ഇന്ത്യയിൽ വിജയന് ഇഷ്ടമില്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. വിജയന് ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്നുണ്ട്, ഞാൻ വിജയനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, വിജയുടെ സിനിമകൾ ഇഷ്ടം. പക്ഷേ അങ്ങനെ ഫാൻ അങ്ങനെയൊന്നുമല്ല, സിനിമ കാണും, ഇഷ്ടപ്പെടത്തേ ഉള്ളൂ. ഒരു സെലിബ്രേഷൻ ഉണ്ട് സിനിമകൾ എപ്പോഴും, ഏത് പടമില്ലത് അങ്ങനെ തന്നെ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ഫോർ January 9th ഇറങ്ങണേ. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്, കോളേജൊക്കെ ഉള്ളതുകൊണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞു. വിഷ്വലിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ എവിടെയൊക്കെ ഭഗവന്ത് കേസിലെ ചില സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇവിടെ അങ്ങനെ പറഞ്ഞത്. ലാസ്റ്റ് ആ ഒരു വിജയ് നിൽക്കണപ്പോൾ എനിക്കങ്ങനെ തോന്നി ഭഗവന്ത് കേസിലാകുമോ എന്ന് സംശയമുണ്ട്. പിന്നെ എവിടെയൊക്കെ ഒരു തെലുങ്ക് പടത്തിൻ്റെയൊക്കെ ഒരു ഫീൽ എനിക്ക് അടിച്ച് കുറേ സ്ഥലത്ത് വിഷ്വലൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നടക്കാൻ പറ്റി. ഓക്കെ ബൈ.